നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 4, 2026, അതായത് 1201 കർക്കിടക മാസം 19-ാം തീയതി. ഇന്നത്തെ ദിനം മംഗളവാരമാകുന്നു, ചൊവ്വാഴ്ചയാകുന്നു. ചൊവ്വാഴ്ച സംസ്കൃത ഭാഷയിൽ മംഗളവാരം എന്നാ പറയും. മംഗളങ്ങളെ ചെയ്യുന്നുണ്ട് പലരും. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് കൽക്കട്ടയിൽ, വെസ്റ്റ് ബംഗാളിൽ വളരെയധികം പ്രാധാന്യമാണ് ഭദ്രകാളി സങ്കേതത്തിൽ. അവിടെ അവർ നന്നായി ഭദ്രകാളിയെ സമർപ്പിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പ്രയാസവുമില്ലാതെ ചൊവ്വാഴ്ച ചെയ്യുന്നുണ്ട്. ന്യൂമറോളജിയിൽ ഏറ്റവും ശക്തമായ നമ്പർ 9 അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. ന്യൂമറോളജിയിൽ ചൊവ്വ വളരെയധികം ഫയറാണ്, അഗ്നിയെ സൂചിപ്പിക്കുന്നു. അപ്രകാരം ചൈനീസ് ഫെങ്ഷുയിലും അങ്ങനെയാണ്. 9 എന്ന അക്ഷരം ഏറ്റവും പവർഫുള്ളാണ്. 9 അത് ഫയറാകുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നക്ഷത്രവും ശ്രദ്ധിക്കണം. ഇന്ന് രേവതി നക്ഷത്രമാണ്, ഒരു ശുഭനക്ഷത്രമാണ് രേവതി. നാം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കും. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. അതിനാൽ വളരെ നല്ല ഒരു നക്ഷത്രമായി രേവതി നക്ഷത്രത്തെ നിങ്ങൾക്ക് പരിഗണിക്കാം. പക്ഷേ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് രേവതി. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യ, മൂലശ്ച, മക, ചിത്രാജ, രേവതി. കാർത്തിക, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങാനും കൊടുക്കാനും പറ്റിയ നക്ഷത്രമല്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും രേവതി നക്ഷത്രത്തിൽ സ്വീകരിക്കാം. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി വെളുത്തപക്ഷത്തിലാണെങ്കിൽ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കറുത്തപക്ഷത്തിലെ ഷഷ്ഠിക്ക് അങ്ങനെയുള്ള പ്രാധാന്യങ്ങളൊന്നുമില്ല. എങ്കിലും കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥി ചന്ദ്രൻ ദുർബലമായി അമാവാസ്യയിലേക്ക് വരുന്നതിൻ്റെ ആരംഭങ്ങളൊക്കെയാണ്. അതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഏതായാലും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തത്തിനായി 12:15 മുതൽ 1 മണി വരെയുള്ള സമയം, ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. ഇന്ന് ചൊവ്വാഴ്ചയും രേവതി നക്ഷത്രവുമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഭൂമിപരമായ വിൽപ്പനയ്ക്ക് വേണ്ട ശ്രമങ്ങൾ നടത്താം. അടുത്തുള്ള വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ അല്ലെങ്കിൽ ഭൂമി പുഷ്പാഞ്ജലി ചെയ്യണം. ഓം വരാഹമൂർത്തയേ നമഃ എന്ന് പറയുന്നത് വളരെ അനുകൂലം. നിങ്ങൾ ഭൂമിപരമായ വിഷയങ്ങൾക്ക് വിൽപ്പനക്ക് അല്ലെങ്കിൽ വാങ്ങലിന് അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വേണ്ട, അത് നാളെ വളരെ നല്ലതാണ്. നാളെ ബുധനാഴ്ചയും അശ്വതി നക്ഷത്രവുമാണ്. അല്ലെങ്കിൽ നാളെ മരുന്ന് സേവിപ്പാൻ നല്ല ദിവസമാണ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുഹൂർത്തങ്ങൾ തരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ശുഭ മുഹൂർത്തം, ശുഭസമയമൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ ആ മുഹൂർത്തത്തിൽ ചെയ്യാം. അതിലൂടെ എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൈവരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.